അങ്ങനെ മോർണിംഗ് ടാസ്കിൻ്റെ 5ാമത്തെ റൗണ്ടും പൂർത്തിയായി. അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇവരുടെ 5ാമത്തെ റൗണ്ടിലെ ടാസ്ക് ഇതായിരുന്നു. വൈൽഡ് കാർഡ്സ് തിരഞ്ഞെടുത്ത കാർഡ് സ്മാർട്ടായിരുന്നു. അങ്ങനെ അവർ മറ്റ് കണ്ടസ്റ്റൻസിനെ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത് ഒന്നാമത് സ്മാർട്ടായിട്ട് തിരഞ്ഞെടുത്തത് ആര്യനെയാണ്. രണ്ടാമത് നിവിൻ, മൂന്നാമത് അക്ബർ, അനു, അഭിലാഷ്, നൂറ, ഷാനവാസ്, ശരത്ത്, ഒനീൽ, ആദില, അനീഷ്, രേണു, ബിന്നി, ശൈത്യ, ജിസേൽ. ഇങ്ങനെയായിരുന്നു ഇവർ ഓർഡർ അനുസരിച്ച് സ്മാർട്ടുകാരെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ് 3 ചീട്ട് ഉണ്ട്. അതായത് സ്മാർട്ട്, റിബൽ, എൻ്റർടൈനർ. ഇതിൽ നിന്നും ഒരു കാർഡാണ് അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വീട്ടിലുള്ള കണ്ടസ്റ്റൻസ് ആലോചിച്ചപ്പോൾ ആര്യനെ ആദ്യം ഇട്ടതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് സ്മാർട്ടായിരിക്കാൻ സാധ്യത കുറവാണെന്നാണ് കൂടുതലും പേര് പറഞ്ഞത്. രേണുസുതി ഇടയ്ക്കൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ചിലവ് സ്മാർട്ടായിരിക്കും എന്ന്. അതുമല്ല ജെസ്സിലിനെ ഏറ്റവും ലാസ്റ്റും കൊണ്ടിട്ട്. അങ്ങനെ ഇവർ തമ്മിൽ കുറേ ആലോചിച്ച്, കണ്ടസ്റ്റൻസ് ആലോചിച്ച്, അതിനിടയ്ക്ക് അഭിഷേകും അനീഷും തമ്മിൽ ഒരു അടിപിടിയൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ സ്മാർട്ട് വേണ്ടാന്ന് വെക്കുന്നു. മെയിൻ കാരണം ആര്യനെ ആദ്യം ഇട്ടത് കൊണ്ടാണെന്നാണ് തോന്നുന്നത്. അതോടെ അവർ പരാജയപ്പെട്ട് വൈൽഡ് കാർഡ്സ് ഈ 5ാമത്തെ റൗണ്ടിൽ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈൽഡ് കാർഡ്സിന് 3 പോയിൻറ്റും ഇവർ 2 റൗണ്ടേ ജയിച്ചുള്ളൂ കണ്ടസ്റ്റൻസ്. ഇനിയിപ്പോൾ ഒരാളെ പണിപ്പുരയിലേക്ക് പണി കൊടുക്കാനായിട്ട് തിരഞ്ഞെടുക്കണം. അതിന് വൈൽഡ് കാർഡ്സ് തിരഞ്ഞെടുത്തത് റെന ഫാത്തിമയെയാണ്. കാരണം അവർ തീരുമാനിച്ച് റെനയ്ക്ക് ഒരു സ്വന്തമായിട്ടൊരു നിലപാടില്ല. മറ്റുള്ളവരെന്ത് പറയുന്നു അത് കേട്ടിട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഇല്ല. അതുകൊണ്ട് ഇങ്ങനൊരു പണി കൊടുക്കുമ്പോഴത്തേക്കും ഒരു സ്വന്തമായിട്ടൊരു നിലപാടിൽ വന്നാലോ എന്നോർത്ത് റെനയ്ക്കാണ് ഇവർ വൈറ്റ് കാർഡ് എൻട്രീസ് പണി കൊടുത്തിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ മൈ ഡിയർ കൂട്ടുകാരെ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.